എടുത്തു. സാർ എന്തുകൊണ്ട് മമ്മൂട്ടി മോഹൻലാൽ വെച്ച് പടം എടുക്കാൻ ശ്രമിച്ചില്ല? ഇത്ര ബന്ധമായിട്ട് ഇത്ര പടം ചെയ്തിട്ട് പോലും ശ്രമിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, തമ്പി കണ്ണന്താനം 4 പടം എടുത്തപ്പോൾ ഞാൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ഒരു പടം വേറൊരു ഡയറക്ടർക്ക് എടുക്കാൻ കൊടുത്തു. അപ്പോൾ അതിൽ ചെറിയ ഒരു ഡൗൺ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വേറൊരു ചെറിയൊരു പടം എടുക്കണമെന്ന് ആഗ്രഹിച്ച സമയത്ത്, ഒരു കഥയും കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് എനിക്കൊരു പടം തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അദ്ദേഹം ശരി അന്ന് ജോമോനെ വെച്ച് പടം ചെയ്യാം. അന്ന് ആധാരം എന്ന് പറയുന്ന ഒരു കഥ, നല്ലൊരു പടം നല്ല ഹിറ്റായി കിടക്കുന്ന സമയമാണ്. മുരളി അഭിനയിച്ച പടം. ആ മുരളിയെ വെച്ച് ചെയ്യാനായിട്ട് തമ്പി കണ്ണന്താനം തീരുമാനിച്ചു. അപ്പോൾ കഥ കിട്ടിക്കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ മുരളിക്ക് യോജിച്ചതല്ല എന്ന് എനിക്ക് തോന്നി. അത് സുരേഷ് ഗോപിക്ക് യോജിച്ചതാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ തമ്പി കണ്ണന്താനത്തിനോട് പറഞ്ഞു, ഇത് മുരളി വേണ്ട, നമുക്ക് സുരേഷ് ഗോപിയെ വെച്ച് വർക്ക് ചെയ്യാമെന്ന്. കാരണം സുരേഷ് ഗോപി വഴിയോര കാഴ്ചകളും വേറെ ഒരു പടം വർക്ക് ചെയ്തിട്ട് തമ്പി കണ്ണന്താനായിട്ട് പിന്നെ വർക്ക് ചെയ്യാറില്ല, വേറെ അതിന് വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ തമ്പിക്കൊന്ന് കുറച്ച് ഒരു ലേശം പിന്നാക്കം നിന്ന്, അത് വേണ്ട മുരളി മതി. അന്ന് ആധാരം എന്ന് പറയുന്ന പടം സൂപ്പർ ഹിറ്റായിരുന്നു. മുരളി നല്ല കരുത്തുറ്റ നടൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയി നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷേ എനിക്ക് ആ ക്യാരക്ടർ സുരേഷ് ഗോപി മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തമ്പി കണ്ണന്താനത്തിനോട് നിർബന്ധം പിടിച്ചു, സുരേഷ് ഗോപി മതി, അതാണ് ക്യാരക്ടർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിച്ച് പണക്കാരനാവുന്നുണ്ട്. പണക്കാരനാവുന്ന സമയത്ത് ഒരു സൂട്ടും കാര്യങ്ങളും ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു മാച്ചിങ് സുരേഷ് ഗോപിയാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ കുറച്ച് പടങ്ങൾ വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ഡയറക്ടറും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ സുരേഷ് ഗോപി മതി എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ തമ്പി കണ്ണന്താനം ശരി എന്നാൽ സുരേഷിനെ വിളിക്കാൻ പറഞ്ഞു. നമ്മുടെ കൺട്രോളർ സുരേഷ് ഗോപിയെ വിളിച്ചു. ഇങ്ങനെ തമ്പി കണ്ണന്താനം അന്വേഷിക്കുന്നുണ്ട്, കാരണം അയാൾ ഡയറക്ടറും കൂടിയാണല്ലോ, അന്വേഷിക്കുന്നുണ്ട്, ഒന്ന് വിളിക്കണോടാന്ന് പറഞ്ഞപ്പോൾ ഇയാളേത് ബോംബെ ഡൽഹി എവിടെ ഉണ്ടായിരുന്നു. വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ജോമോൻ ഒരു പടം ചെയ്യുന്നു, അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ആ ശരി ഞാൻ റെഡി ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെയാണ് ആ സുരേഷ് ഗോപിയെ ഇതിലേക്ക് ഞാൻ നിർബന്ധിച്ച് ഇടിയിച്ചത്. അതെ, അല്ലല്ല, സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ, സ്ക്രിപ്റ്റ് വായിക്കാൻ ഇടയാക്കിയ പാപ്പനംകോടിൻ്റെ കയ്യിൽ വേറൊരു സ്ക്രിപ്റ്റായിരുന്നു ഇരുന്നത്. ആ സ്ക്രിപ്റ്റ് ചെന്ന് നോക്ക് ജോമോനെ എന്നൊക്കെ പറഞ്ഞ് ചെന്ന് പാപ്പനം ചേട്ടനൊക്കെ വിളിച്ച് സംസാരിച്ച് കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റിലൊരു മാറ്റം വരുത്തണമായിരുന്നു. മാറ്റം വരുത്തി കഴിഞ്ഞപ്പോൾ അത് ക്യാരക്ടർ മുരളിക്ക് പറ്റിയതായില്ല. നല്ല തണ്ടും തടിയുള്ളൊരു വ്യക്തിയും വേണം. പിന്നെ സൂട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു ലുക്ക് വേണ്ടേ. മുരളി സൂട്ടിടുമ്പോൾ ലുക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, മരിച്ചു പോയതാണ്. പക്ഷേ എന്നാലൊരു ജെൻറ്റിൽമാൻ ലുക്ക് മുരളിക്കില്ല എന്നല്ല നാം പറയുന്നത്. അതൊരു വ്യത്യാസം വേണം എന്നുള്ളത് കൊണ്ട് സുരേഷ് ഗോപി സുന്ദരമായിട്ട് ഉപയോഗിച്ചു. കാരണം എനിക്ക് സന്തോഷത്തോടു കൂടിയാണ് അത് ഷൂട്ട് ചെയ്തത്. അത് നന്നായിട്ട് ഒന്നുമില്ല, ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തിൻ്റെ ടെൻഷനായിരിക്കും, കാരണം ഞാൻ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റ് ചെയ്തത്. കാരണം അന്ന് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറിൽ ബിസി ആയിരുന്നു. എന്നെ മിക്ക പുതിയ ഡയറക്ടേഴ്സ് എന്നെ വിളിക്കുമായിരുന്നു. പഴയ ഡയറക്ടേഴ്സ് വിളിച്ചില്ല എന്നുള്ള, പഴയ ഡയറക്ടേഴ്സ് വിളിച്ചതാണ് തമ്പി കണ്ണന്താനം 4 പടം എന്നെ കണ്ടിന്യൂ ചെയ്തത്. ശശിമോഹൻ മരിച്ചുപോയ ശശിമോഹൻ 2 പടം വർക്ക് ചെയ്യിച്ചു. ഹിറ്റ്ലറും മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് അത് 2 വർക്ക് ചെയ്യിച്ചു. മിക്കവരും വിളിക്കുന്നത് 2 പടം 3 പടം കഴിഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. ബാലുകരിയത്തും ഇതുപോലെ തന്നെ പാവം പൂർണിമ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലത്തെ അല്ല, കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ്. ആ പടം കഴിഞ്ഞിട്ട് തത്തമ്മയെ പൂച്ചയും ഞാൻ വർക്ക് ചെയ്ത്. അപ്പോൾ അവിടെയും 2 വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് എന്നെ പുതിയ വില്യംസ്, ക്യാമറമാൻ വില്യംസ് ശങ്കരൻ സാറിൻ്റെ പടത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയും ഗ്യാങ്, ബാബുരാജ് പ്രൊഡ്യൂസ് ചെയ്ത പടം ഗ്യാങ്ങൊക്കെ വർക്ക് ചെയ്തു. അങ്ങനെ നിറയെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ ഇതിനെ ഷോട്ട് എടുക്കുമ്പോൾ പേടിക്കേണ്ട കാര്യം, ഭയപ്പെടേണ്ട കാര്യം. കടലോരക്കാറ്റ് പടത്തിൻ്റെ പേര്. അതിൽ ഓർമ്മ കൂടുതൽ നിൽക്കുന്നത് പണക്കാരനായി. അത് കഴിഞ്ഞ ഇവൻ ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു തൊഴിലാളി ആയിരുന്നല്ലോ, ബോട്ടൊക്കെ ഓടിച്ച് മീൻ പിടിക്കാൻ പോകുന്നത്. അങ്ങനെ പണക്കാരനായി കഴിഞ്ഞപ്പോൾ പാൻറ് ഷർട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഷൂ തുടച്ച തുണി തോളിലിടും. കാരണം സാധാരണ ഒരു വർക്ക്ഷോപ്പിലുള്ളവർ അവരവരൊക്കെ തുണി തുടച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നീക്കിയിടുകയല്ലല്ലോ പതിവ്. അവർക്ക് ഒന്നുകിൽ തോളിലിടും അല്ലെങ്കിൽ ആ വണ്ടിമേ വയ്ക്കും. ഇത് ഇദ്ദേഹം തോളിലിട്ടുകൊണ്ട് പോകും.
അവിടെ തന്നെ തോണ്ടിട്ടുകൊണ്ട് പോകുമ്പോൾ പെങ്ങൾ മാധു പറയുന്നു, അതെന്ത് ഇത് പണ്ടത്തെ സ്വഭാവം തന്നെയാണോ ഇപ്പോഴും എന്ന് പറയുമ്പോഴാണ് അതെടുത്ത് മാറ്റുന്നത്. കാരണം ഇന്ന് ഫാക്ടറികളുടെയും ബോട്ടുകളുടെയും ഒക്കെ ഓണറാണ്, നിറയെ പേര് ജോലി ചെയ്യിക്കുന്ന ഒരു ഓണറും കൂടിയാണ്. പക്ഷേ സ്വഭാവത്തിൽ മാറ്റമില്ല, ആ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലുള്ള മാറ്റേ ആ ക്യാരക്ടർ വന്നുള്ളൂ. അതുപോലെയുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പം അത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അല്ലാതെ അതിൽ മറക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകിച്ചൊരു ഓർമ്മ വെച്ചുകൊണ്ട് നടക്കാനായിട്ടൊരു സീൻ ഉണ്ടായിട്ടില്ല. സുരേഷ് ഗോപിക്ക് പറയുന്ന സംതൃപ്തി നൽകിയ ഒരു വേഷമായിരുന്നു. ഒരു തോക്കൊക്കെ പിടിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഒരു കുടുംബ കഥയ്ക്ക് പ്രാധാന്യമുള്ള പടമായിരുന്നു. അന്ന് സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ അല്ല, കമ്മീഷണർ ഏകലവ്യനൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് വന്നത്. അതിലാണ് സൂപ്പർ സ്റ്റാർ ആയത്. അതിനേക്കാളും മുൻപ് 2-3 പടം വർക്ക് ചെയ്തെങ്കിലും കടലോരക്കാറ്റാണ് സുരേഷ് ഗോപിയെ പിടിച്ചു നിർത്തിയത്, സ്റ്റാറാക്കി നിർത്തിയത്. പുറത്തു പോകില്ല, കാരണം മമ്മൂട്ടി ന്യൂഡൽഹിയിൽ തിരിച്ചു വന്നു എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. അതുപോലെ സുരേഷ് ഗോപിയെ പിടിച്ചു നിർത്തിയത് ആ കടലോരക്കാറ്റാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു. ഔട്ടാകാതെ നിർത്തിയത്. അല്ലെങ്കിൽ പൊളിയോ മീൻസ് മര്യാദയ്ക്ക് ഓടിയില്ലായിരുന്നു. ഇത് പിടിച്ചു നിർത്തിയതെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ ഇൻ്റർവ്യൂവിൽ തന്നെയുണ്ട്, ഞാൻ കേട്ടിട്ടുള്ളതാണ്. കടലോരക്കാറ്റാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന്. ഇന്ന് കരുതിയിട്ട് നമ്മൾ പൊങ്ങച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആ സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു പതിവാണല്ലോ അങ്ങനെയുള്ളത്. മമ്മൂട്ടിക്ക് ന്യൂഡൽഹിയിൽ റിട്ടേൺ വന്നതുപോലെ, ജോഷി ഡയറക്റ്റ് ചെയ്ത ന്യൂഡൽഹിയിൽ മമ്മൂട്ടി തിരിച്ചു വന്നതുപോലെ. കാരണം ഡൗൺ ആയി കിടക്കായിരുന്നല്ലോ. പടങ്ങൾ ഓടിങ്ങി തന്നെ നടന്മാർക്ക് ഗുണമുള്ളൂ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പടങ്ങൾ ഓടണം. സുരേഷ് ഗോപി അത് കടലോരക്കാറ്റ് അന്ന് ഞാൻ അറിഞ്ഞിടത്തോളം 80 lakhs 80 ലക്ഷം രൂപയാണ് ലാഭം. 91-92 അതിനൊക്കെ നല്ല ഇത്. ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ ജൂബിലി ജോയ് സാറുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അനിയൻ പറഞ്ഞു, ജിമ്മി, ഞാൻ പറഞ്ഞു, ജോമോന് പടം സൂപ്പർ ഹിറ്റാണല്ലോ, ഭയങ്കര കളക്ഷനാണല്ലോ. ഓക്കെ, നമുക്കറിയാവുന്നതാണ്. എന്നേരിട്ട് നമ്മൾ പൊങ്ങച്ചം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഉണ്ടായ പടമാണ് അത്. തമ്പി കാണുന്നതിന് നല്ല വരുമാനം ഉണ്ടാക്കിയ പടമാണ്. ഓക്കെ, സ്റ്റാറിനെ അല്ല, ആ സ്റ്റാറിന് നമുക്ക് കിട്ടിയ സ്റ്റാറായത് കമ്മീഷണർ ഏകലവ്യനാണ്. ഇദ്ദേഹം പിടിച്ചു ഫീൽഡിൽ ഔട്ടാകാതെ പിടിച്ചു തന്നു. അതാണ് പറ്റിയായിരുന്നു. ആ ഒരു അന്ന് പിന്നെ നമുക്ക് പെട്ടെന്നൊരു ആചാനബാഹു പോലെ അല്ലല്ലോ തോന്നിയത്. ലുങ്കിയും ഷർട്ടും മടക്കി വെച്ചിട്ടുള്ള ഈ ബോട്ട് ഡ്രൈവറും ബോട്ട് ജീവനക്കാരും സാധാരണക്കാരെ പോലെ തന്നെയായിരുന്നു. പക്ഷേ അന്ന് വ്യത്യാസം എന്താണ്, നല്ല ഹൈറ്റ് നല്ല ബോഡി ഉണ്ടതേ ഉള്ളൂ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സുരേഷ് ഗോപിക്ക് ഒരു ആവശ്യകതയായിരുന്നു തിരിച്ചു വരവ് അല്ലേ? അഭിനയിച്ചു. അത്രയും നല്ല സീനുകളായിരുന്നു, സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ. പെങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു സംഭവം. അതിൽ ഇന്നത്തെ മിക്ക ആർട്ടിസ്റ്റുകളുണ്ട്. വിജയരാഘവൻ, സായികുമാർ, മാധു, ചിത്ര, ജോസ് പ്രകാശ്, സുകുമാരി, KPSC ലളിത, ബൈജു, അങ്ങനെ ഇന്നും മിക്ക മരിച്ചുപോയ 4 പേരുണ്ട്. ജോസ് പ്രകാശ്, സുകുമാരി, KPSC ലളിത, ചിത്ര, ഈ 4 പേരും മരിച്ചുപോയി. അന്നത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ഇന്നും സുപ്രധാന ആർട്ടിസ്റ്റുകളായിട്ട് ഇപ്പോഴും ഉണ്ട്.